ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ ഒരു തട്ടുകട സ്റ്റൈൽ ബജിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ബാറ്റർ വെച്ച് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് 3 തരം ബജികളാണ്. അപ്പോൾ ഈ സിമ്പിൾ ഈവനിങ് സ്നാക്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായി കുറച്ച് ഇഞ്ചി, 3-4 അല്ലി വെളുത്തുള്ളി, 5-6 ചുവന്നുള്ളി, കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ഇതുപോലെ മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പേസ്റ്റാക്കി എടുക്കണം. അടുത്തതായി ഇതിനു വേണ്ടിയുള്ള ബാറ്റർ തയ്യാറാക്കാൻ പൊടികൾ നോക്കാം. അതിനായി 1/2 കപ്പ് കടലമാവും 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും, ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും, 1 ടീസ്പൂൺ മുളക് പൊടിയും, 2 പിഞ്ച് സോഡാപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഇനി ഈ പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഈ പൊടിയിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിൽ കട്ടകളൊന്നും വരാതെ കുറേശ്ശെ വെള്ളം ചേർത്ത് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ ബാറ്ററിന് വേണ്ടത്. ഇവിടെ ബജിക്ക് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് വാഴയ്ക്കായും പൊട്ടറ്റോയും ഒനിയനുമാണ്. പിന്നെ ബജിക്ക് വേണ്ടി കട്ട് ചെയ്യുമ്പോൾ കനം കുറച്ചരിയാൻ ശ്രദ്ധിക്കണം, എന്നാലേ ബജിയുടെ ഉൾവശം നന്നായി വെന്ത് കിട്ടത്തുള്ളൂ. ആദ്യം ഞാൻ കിഴങ്ങ് ബജിയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഈ ഒരു ബാറ്റർ മതി നിങ്ങൾക്ക് ഏത് തരം ബജിയും രുചികരമായി തയ്യാറാക്കിയെടുക്കാൻ. ഇടയ്ക്ക് ഇതുപോലെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം. പിന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മുടെ കിഴങ്ങ് ബജി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കോരിയെടുക്കാം. അടുത്തതായി നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് കാബജിയാണ്. ബജി ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒത്തിരി ഡീപ്പ് ബ്രൗൺ ആകേണ്ട ആവശ്യമില്ല. നമ്മൾ കോരിയെടുത്തതിന് ശേഷം ഇരുന്ന് ഒന്നുകൂടെ മൂത്ത് കിട്ടുന്നതാണ്. ഇതും തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് അത്യാവശ്യം ഫ്രൈ ആകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കിഴങ്ങ് ബജി ഒന്നുകൂടെ ഡീപ്പായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കോരിയെടുക്കുമ്പോൾ വേണ്ട കറക്റ്റ് മൂപ്പ്. ഇനി ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ഉള്ളി ബജിയാണ്. അതുകൂടെ നമുക്ക് എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണിത്. നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിൽ തന്നെ ഹെൽത്തി ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് വിശ്വസിച്ച് കൊടുക്കാൻ പറ്റും. വെളിയിൽ നിന്നുള്ള ഫുഡൊക്കെ അത്യാവശ്യം സ്കിപ്പ് ചെയ്ത് ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പീസൊക്കെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിവിടെ സെർവ് ചെയ്തിരിക്കുന്നത് ഒരു അടിപൊളി ചട്നിയുടെ കൂട്ടത്തിലാണ്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സോസും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്